70-കാരനായ ജോർജ് വാർസോയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ ഡോർമാൻ ആയിരുന്നു. 30 വർഷമായി അയാൾ ഒരേ ജോലി തന്നെയാണ് ചെയ്തു വന്നിരുന്നത്, വാതിൽ തുറക്കുക. രാവിലെയും വൈകുന്നേരവും, മഴയിലും മഞ്ഞിലും ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അയാൾ വാതിൽ തുറന്നു. എന്നാൽ ആരും ഒരിക്കലും അയാൾക്ക് നന്ദി വാക്ക് പറഞ്ഞില്ല. ബിസിനസ്സുകാർ ഫോണിലേക്ക് നോക്കി അയാളുടെ മുന്നിലൂടെ ആ വാതിൽ കടന്നുപോയി. കമിതാക്കൾ പരസ്പരം നോക്കി കടന്നുപോയി, അയാളെ ശ്രദ്ധിച്ചില്ല. പലരും ലോബിയിൽ നിന്ന് ഫോട്ടോകൾ എടുത്തു. അയാൾ അതിൽ ഒരു അദൃശ്യ സാന്നിധ്യമായി. ചിലപ്പോഴൊക്കെ ആരെങ്കിലും മുഖത്ത് പോലും നോക്കാതെ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്തു. എന്നാൽ ജോർജ് തന്റെ ജോലി വളരെ ഗൗരവത്തോടെ ചെയ്തു, മൃദുവായി, വേഗത്തിൽ, കരുതലോടെ. ഒരു ദിവസം അയാളുടെ മകൻ ഇപ്രകാരം ചോദിച്ചു: അച്ഛാ, നിങ്ങൾ എന്തിനാണ് ഇനിയും ഈ ജോലി ചെയ്യുന്നത്? ആരും നിങ്ങളെ കാണുന്നില്ല. ജോർജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് എന്റെ ജോലിയാണ്. മറ്റാരും കണ്ടില്ലെങ്കിലും ഞാൻ എന്റെ ജോലി വ്യക്തമായി കാണുന്നുണ്ട്. ഹോട്ടൽ രേഖകളിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തത് ജോർജ് തന്നെയായിരുന്നു, ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ. പക്ഷേ ഒരിക്കലും ശമ്പള വർധനവ് ആവശ്യപ്പെട്ടില്ല. ഒരു ഫെബ്രുവരിയിൽ വ്യത്യസ്തമായ ഒരു സംഭവം നടന്നു. ജപ്പാനിൽ നിന്ന് ഒരു കമ്പനി ഡയറക്ടർ ഹോട്ടലിലെത്തി. അദ്ദേഹം അകത്തേക്ക് കയറവേ ജോർജിനെ കണ്ട് ഒരു നിമിഷം നിന്നു. അതിനുശേഷം തല കുനിച്ച് അഭിവാദ്യം ചെയ്തു, തല നിലത്തോട് ചേരുന്നത് പോലെ. എല്ലാവരും ആ കാഴ്ച കണ്ട് പകച്ചു നിന്നു. ഡയറക്ടർ നേരെ റിസപ്ഷനിലേക്ക് പോയി ഡോർമാന്റെ പേര് ചോദിച്ചു. ജോർജ്. അവിടെ നിന്ന് മറുപടി കിട്ടി. അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു കത്തെഴുതി ജോർജിന് നൽകി. അത് ഇങ്ങനെയായിരുന്നു: ജപ്പാനിൽ വാതിൽ തുറക്കുന്ന വ്യക്തിയാണ് ആ കെട്ടിടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ആരെ അകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ എത്തുന്നവർക്കെല്ലാം സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ ലോകത്തിന്റെ കാവൽക്കാരാണ്. കത്ത് വായിച്ച ജോർജ് നിശ്ചലനായി നോക്കി നിന്നു. 30 വർഷത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ തന്നെ തിരിച്ചറിഞ്ഞു. ഡയറക്ടർ ജോർജിന് തന്റെ ബിസിനസ് കാർഡ് കൈമാറി ടോക്കിയോയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ജോർജ് ഒരിക്കലും ആ ഹോട്ടൽ വിട്ടുപോയില്ല. എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ ആ കത്ത് വായിച്ചു നോക്കുമായിരുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും അയാൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്: ഞാൻ വെറും ഒരു ഡോർമാൻ അല്ല, പകരം ആളുകൾക്ക് വേണ്ടി വലിയൊരു ലോകം തന്നെ തുറന്നു കൊടുക്കുന്ന ആളാണ്. 3 വർഷങ്ങൾക്ക് ശേഷം ജോർജ് മരണപ്പെട്ടു. അയാളുടെ മൃതസംസ്കാര ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പലപ്പോഴും അയാളെ കാണാതെ കടന്നുപോയവർ ആ ചടങ്ങിന് എത്തിച്ചേർന്നിരുന്നു. നമ്മളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ കൈവരുന്നു. 70-കാരനായ ജോർജ്. ഒരു നല്ല ചിന്ത. ഒരിക്കലൊരു പുഴയോരത്ത് ഏതാനും കുട്ടികൾ കളിക്കുകയായിരുന്നു. കളിയുടെ ക്രമീകരണത്തിനായി അവർ ഒരു കുഴി കുഴിക്കുമ്പോൾ എന്തോ തകിടിൽ കൈമുട്ടി അവർ കൂടുതൽ മണ്ണ് മാറ്റി അത് എടുത്തു നോക്കിയപ്പോൾ ഒരു പിത്തള തകിടിൽ കൊത്തിയിട്ടുള്ള ഒരു രൂപമായിരുന്നു. അതാരാണ് കൊണ്ടുപോകുക? അപ്പോൾ കുട്ടികൾ ഒരു തീരുമാനം എടുത്തു. ഏറ്റവും വലിയ കള്ളം പറയുവാൻ പ്രാഗത്ഭ്യമുള്ളവനെ ആ തകിട് കൊണ്ടുപോകാം. ഇതിനിടയിൽ ഒരു മധ്യവയസ്കൻ കുട്ടികൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് അവരോട് പറഞ്ഞു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ തീരുമാനം ശരിയല്ല. ഇത് കള്ളം പറയുവാൻ പ്രേരണ ഉണ്ടാക്കുന്നതാണ്. കള്ളം പറയാതെ ജീവിക്കുവാനുള്ള പ്രേരണയാണ് ഉണ്ടാവേണ്ടത്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങളും അങ്ങനെയാണ് വളരേണ്ടത്. ഇത് കേട്ട് കുട്ടികൾ പറഞ്ഞു: അപ്പോൾ ഈ തകിട് അങ്കിളിന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾ കേട്ടിട്ടുള്ളതിലേക്കും വലിയ കള്ളം പറയുവാൻ ഇപ്പോൾ അങ്കിളിന് കഴിഞ്ഞല്ലോ. കള്ളം പറയില്ല എന്ന് പറയുന്നത് തന്നെ കള്ളമായി ഭവിച്ചാൽ അത് എന്തു ചെയ്യും? ഈ ലോകത്തിൽ കള്ളം പറയാതിരുന്നിട്ടുള്ളവർ ആരാണ്? അതാണ് കുട്ടികളുടെ സംശയം. അയാൾ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കള്ളമായി കുട്ടികൾ കണക്കാക്കി. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളം പറയുവാനും വ്യാജം പ്രവർത്തിക്കാനുമുള്ള പ്രേരണ എത്ര വേഗത്തിലാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ആ പ്രേരണയ്ക്ക് കീഴടങ്ങുന്നതും എത്ര വേഗം.
സത്യമേ പറയാവൂ എന്ന് പറയുമ്പോൾ പോലും അസത്യത്തിന് കീഴടങ്ങുന്നതായിട്ടാണ് പലപ്പോഴും നാം കാണാറുള്ളത്. തെറ്റുകളും കള്ളവും എപ്പോഴും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തെറ്റുകൾ ചെയ്യുന്നത് വളരെ സാധാരണമാണെങ്കിലും തെറ്റ് ചെയ്യാത്തവർ എന്ന് ഭാവിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. തെറ്റ് പ്രവർത്തിക്കുന്നവർ ആരും തന്നെ താൻ തെറ്റുകാരൻ എന്ന് വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല. തെറ്റുകളെ മറയ്ക്കുവാനുള്ള പ്രധാന ആയുധം കള്ളം തന്നെയാണ്. അതിനാൽ തന്നെ കള്ളം പറയേണ്ടുന്നത് ആവശ്യമായി വരുന്നു. എന്നാൽ വ്യാജമാർഗങ്ങൾ കൊണ്ട് ഒരിക്കലും തെറ്റിനെ മറയ്ക്കുവാൻ കഴിയില്ല എന്നുള്ളത് മിക്കപ്പോഴും നാം വിസ്മരിക്കുന്നു. തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. മരണശേഷം അവരുടെ അവസ്ഥ വളരെ മോശമാവുകയും അവർ പല വീടുകളിലായി ജോലിക്ക് പോയി തന്റെ കുടുംബം പുലർത്താൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം അവിടെ പതിവായി പച്ചക്കറി കച്ചവടത്തിന് വരുന്ന ആൾക്ക് അവർ 50 രൂപ കൈമാറി. ഇത് എന്തിനാണെന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ അബദ്ധത്തിൽ ഒരു പാക്കറ്റ് മഷ്റൂം എന്റെ സഞ്ചിയിലേക്ക് വീണു. അതിന്റെ വില 50 രൂപയാണ്. ദയവായി ഇത് സ്വീകരിക്കണം. അപ്പോൾ പച്ചക്കറിക്കാരൻ അത്ഭുതത്തോടെ പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന പച്ചക്കറിക്കൊന്നും ആരും പണം തരാറില്ല. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് പണം തരണമെന്ന് തീരുമാനിച്ചത്? അവർ പറഞ്ഞു, എന്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ആരുടെയും 1 രൂപ പോലും അനാവശ്യമായി കൈവശം വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ ദോഷം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഭവിക്കും. അതുകൊണ്ട് ഞാൻ ആരുടെയും പണം കൈവശം വെക്കാൻ ശ്രമിക്കാറില്ല. അയാൾ ആ പണം വാങ്ങി. പക്ഷേ അവർ പറഞ്ഞ കാര്യം അയാളെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. കാരണം അയാളും ഒരു പിതാവായിരുന്നു. അയാൾ ചിന്തിച്ചു, കഴിഞ്ഞ മാസം പച്ചക്കറി വാങ്ങിയ വകയിൽ കടക്കാരന് 500 രൂപ മനഃപൂർവ്വം നൽകിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ കച്ചവടക്കാരന്റെ അടുത്ത് പോയി 500 രൂപ കൊടുക്കാൻ ശ്രമിച്ചു. മാസാവസാനം കണക്ക് തീർക്കുന്നതാണല്ലോ രീതി എന്നായിരുന്നു അയാൾ ചോദിച്ചത്. കഴിഞ്ഞ മാസത്തിലെ കണക്കിലെ ബാക്കിയാണിത്. എനിക്ക് ആരുടെയും പണം കൈവശം വെക്കണ്ട, കാരണം അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി ദോഷം വരും. അയാൾ നിർബന്ധപൂർവം പണം അവിടെ നൽകി. കച്ചവടക്കാരനും ചിന്തിക്കാൻ തുടങ്ങി. അയാൾക്കും 2 കുട്ടികൾ ഉണ്ടായിരുന്നു. താനും മറ്റൊരാളുടെ പണം അന്യായമായി കയ്യിൽ വെച്ചിട്ടുണ്ട്. അയാൾ ചെറുപ്പക്കാരനായ തന്റെ സുഹൃത്തുമൊപ്പം ചേർന്ന് ഒരു കച്ചവടം തുടങ്ങുകയും അയാളിൽ നിന്ന് 5 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ കച്ചവടം ലാഭമായി തുടങ്ങിയപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. പക്ഷേ അയാൾ ആ പണം തിരികെ നൽകിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ കച്ചവടക്കാരൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. അയാളുടെ ഭാര്യയോട് മാപ്പ് ചോദിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഭർത്താവും ഞാനും ചേർന്ന് തുടങ്ങിയ കച്ചവടത്തിന് 5 ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിയിരുന്നു. എന്നാൽ അയാൾ മരണപ്പെട്ടപ്പോൾ പിന്നീട് മറ്റാരും ഇത് അറിയില്ല എന്ന ധൈര്യത്തിൽ ഞാൻ ആ 5 ലക്ഷം രൂപ തിരികെ നൽകാൻ തയ്യാറായില്ല. ഇപ്പോൾ ഞാനത് തിരികെ നൽകുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് തന്റെ ഭർത്താവ് നൽകിയ പണം കൈപ്പറ്റവേ ആ സ്ത്രീയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തന്റെ കുട്ടികളുടെ വിശപ്പടക്കാനായി വീട് വീടാന്തരം പോയി ജോലി ചെയ്തിരുന്ന അതേ സ്ത്രീ തന്നെയായിരുന്നു അയാളുടെ മുന്നിൽ നിന്നിരുന്നത്. ആരുടെയും അധ്വാനത്തിന്റെ ഫലം അനാവശ്യമായി സ്വന്തമാക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്കുള്ള പ്രതിഫലം വളരെ വലുതായിരിക്കും. സുന്ദരിയായ ഒരു യുവതി 30-ാം വയസ്സിൽ വിധവയായി. അവർക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം അവരുടെ അവസ്ഥ വളരെ മോശമാവുക. പക്ഷേ അവരുടെ ജീവിത ശൈലിയിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. രാജേഷ് തന്റെ സത്യസന്ധതയ്ക്ക് പേരുകേട്ടയാളായിരുന്നു.
അയാൾ ഒരു പഴയ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നു. സാധാരണ വസ്ത്രം ധരിക്കും. പലപ്പോഴും മാസാവസാനം പണം തികയാതെ വരും. പക്ഷേ അയാൾക്കൊരു വലിയ സമ്പാദ്യമുണ്ടായിരുന്നു, മനസ്സമാധാനം. എല്ലാ രാത്രിയും അയാൾ ശാന്തമായി ഉറങ്ങി. മറുവശത്ത് വിമൽ. അയാൾക്ക് ജീവിതത്തിൽ ഒരു മൂലമന്ത്രമുണ്ടായിരുന്നു. അവസരം കിട്ടിയിട്ടും പണം വാങ്ങാത്തവൻ മൂഢനാണ്. അയാൾക്ക് ആഡംബരക്കാരും വലിയ ബംഗ്ലാവും ഉണ്ടായിരുന്നു. ഓരോ ഫയൽ മാറ്റത്തിനും അയാൾ മേശയ്ക്ക് താഴെ കൈക്കൂലി വാങ്ങിയിരുന്നു. പാവപ്പെട്ടവരുടെ പെൻഷനും വിധവകൾക്കുള്ള സഹായവും എന്ന് വേണ്ട എല്ലാത്തിനും അയാൾ തന്റെ വിഹിതം ചോദിച്ചു വാങ്ങുമായിരുന്നു. വിമൽ പലപ്പോഴും രാജേഷിനെ പരിഹസിച്ചിരുന്നു. നീ ഇങ്ങനെ സത്യസന്ധതയുടെ വേഷം കെട്ടി ജീവിതകാലം മുഴുവൻ സൈക്കിൾ ഓടിച്ചു നടന്നോ? എന്നെ നോക്ക്, 5 വർഷം കൊണ്ട് ജീവിതത്തിൽ പലതും സമ്പാദിച്ചു. അപ്പോഴൊക്കെ രാജേഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞാൽ മതി. എല്ലാ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നു. ഒരു ദിവസം വിമലിന്റെ മകന്റെ പിറന്നാളായിരുന്നു. വില കൂടിയ ഒരു ബൈക്കായിരുന്നു അയാൾ മകന് സമ്മാനം നൽകിയത്. അത് കൈക്കൂലി പണത്തിൽ വാങ്ങിയതായിരുന്നു. ആ രാത്രി അയാളുടെ മകൻ മദ്യലഹരിയിൽ ബൈക്ക് ഓടിക്കുകയും വലിയ അപകടമുണ്ടാവുകയും ചെയ്തു. അവൻ ആശുപത്രിയിൽ പൂർണ്ണ അബോധാവസ്ഥയിലായി. ഡോക്ടർമാർ പല ശസ്ത്രക്രിയകളും നിർദ്ദേശിച്ചു. ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് പറഞ്ഞു. പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, നിലവിളിയോടെ വിമൽ പറഞ്ഞു. പക്ഷേ അയാളുടെ സകല സമ്പാദ്യങ്ങളും ഉപയോഗിച്ചതിന് ശേഷവും മകനെ രക്ഷിക്കാനായില്ല. വിലയേറിയ മരുന്നുകളും വിദേശ ഡോക്ടർമാരുമൊക്കെ ഉണ്ടായിട്ടും അയാളുടെ മകൻ മരണപ്പെട്ടു. മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്നുണ്ടാക്കിയ പണം ഉപയോഗിച്ച് അയാൾക്ക് സ്വന്തം കണ്ണുനീർ തുടയ്ക്കാനായില്ല. മകന്റെ മരണത്തിന് ശേഷം അയാളുടെ ജീവിതം ആകെ തകർന്നു. ഭാര്യയ്ക്ക് വിഷാദരോഗം വന്നു. അയാൾക്ക് ഹൃദയാഘാതമുണ്ടായി. ബംഗ്ലാവ് വിറ്റ് അവർ ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. പണം മുഴുവൻ ചികിത്സയ്ക്കും വക്കീലന്മാരുടെ ഫീസിനുമായി ചെലവായി. ഒരു ദിവസം വിമൽ അപ്രതീക്ഷിതമായി രാജേഷിനെ കണ്ടു. വിമൽ നിറകണ്ണുകളോടെ ഇപ്രകാരം പറഞ്ഞു: രാജേഷ്, നീ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ വിഷം ശേഖരിച്ചു കൊണ്ടിരുന്നു. അതേ വിഷം എന്റെ കുടുംബം തകർത്തു കളഞ്ഞു. ഞാൻ എന്റെ മകന്റെ കൊലയാളിയാണ്. ജീവിതത്തിൽ ഓർത്തു വെക്കാം, അനീതിയായി സമ്പാദിച്ച പണം അനീതിയായ മാർഗത്തിലൂടെ തന്നെ നഷ്ടപ്പെടും. രാജേഷും വിമലും ഒരേ വകുപ്പ് വീട്ടിലിരുന്ന് ഇഗ്നോ വഴി ഡിഗ്രിയോ PGയോ
देश मेरे ये वतन, शांति का उन्नति का प्यार का चमन। मेरे मुल्क मेरे देश मेरे ये वतन, शांति का उन्नति का प्यार का चमन। इसके वातिन सार है मेरे तन मेरे मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। मेरा मुल्क मेरा देश मेरे ये वतन, शांति का उन्नति का प्यार का चमन। बने तेरे मेरे ये बदन, इसकी धरती तेरे मेरे वास्ते गगन। इसने भी सिखाया हमको जीने का चलन, जीने का चलन। इसकी बातें सारी है मेरे तन मेरे मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। मेरा मुल्क मेरा देश मेरे ये वतन, शांति का उन्नति का प्यार का चमन। अपने चमन को स्वर्ग हम बनाएंगे, कौन कौन अपने देश का सजाएंगे। जैसे होगे जिंदगी का होगे सब मगन, होगे सब मगन। इसकी बातें सारे है मेरे तन मेरे मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। ये वतन ये वतन ये वतन, जाने मन जाने मन जाने मन। मेरा मुल्क मेरा देश मेरे ये वतन, शांति का उन्नति का प्यार का चमन। जाने मन जाने मन। ജയ് ഹിന്ദ്. എല്ലാവർക്കും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, അതോടൊപ്പം പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. എല്ലാവർക്കും നാളത്തെ ദിവസം നല്ലതായി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.